കോവിഡ് മൂലമുള്ള പ്രത്യേക സാഹചര്യം കൊണ്ട് ഇതുവരെയും നിങ്ങൾക്ക് സ്കൂളിലെത്താൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എല്ലാം ഒത്തിരി വിഷമമുണ്ടെന്നറിയാം. നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളെ ഒന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും നമുക്ക് ഈ സാഹചര്യമൊക്കെ മറികടന്നേ പറ്റൂ. നമുക്ക് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുമായിട്ട് മുന്നോട്ട് പോകാം. നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ IT ലാബിൽ പോയിട്ടില്ലേ? അവിടെ നിങ്ങൾ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഒക്കെ കണ്ടിട്ടുണ്ട്. അതിനോടനുബന്ധിച്ചുള്ള എന്തൊക്കെ ഉപകരണങ്ങളാണ് നിങ്ങൾ ലാബിൽ കണ്ടത്? കീബോർഡ്, മൗസ്, പ്രിന്റർ, സ്കാനർ തുടങ്ങിയ ഒരുപാട് ഉപകരണങ്ങൾ നിങ്ങൾ കമ്പ്യൂട്ടർ ലാബിൽ കണ്ടിട്ടുണ്ടാകും. കീബോർഡ് എന്താണ്? കീബോർഡ് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്, അല്ലെ? ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്താ? അകത്തേക്ക് കൊടുക്കുന്നത്. ഇൻ എന്ന് പറഞ്ഞാൽ അകത്തേക്ക്, അല്ലെ? അപ്പൊ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അകത്തേക്ക് കൊടുക്കുന്നത്, പുട്ട് ചെയ്യുന്നത്, അതാണ് ഇൻപുട്ട് ഡിവൈസ്. അപ്പൊ കീബോർഡ് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾക്ക് കീബോർഡ് പരിചയമുള്ളതാണ്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നമുക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് തരുന്നത്, ഔട്ട്, കമ്പ്യൂട്ടർ ഔട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നമുക്ക് തരുന്ന അതിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഔട്ട്പുട്ട് ഡിവൈസസ് ആയിട്ടുള്ള പ്രിന്ററും മോണിറ്ററും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഡിവൈസുകളെല്ലാം നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. നിങ്ങൾ ഹൈസ്കൂൾ ക്ലാസ്സിൽ 8, 9, 10 ക്ലാസ്സുകളിലായിട്ടൊക്കെ നിങ്ങൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞതാണ്. ഇപ്പൊ നിങ്ങൾ NSQF കോഴ്സിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്തു, അല്ലെ? സ്കില്ലിന് വേണ്ടിയാണ് നിങ്ങൾ ജോയിൻ ചെയ്തത്. പുതിയ സ്കില്ലുകൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് നിങ്ങൾ ജോയിൻ ചെയ്തത്. ആദ്യമേ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. കീബോർഡ് ഉപയോഗിച്ച് നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടല്ലേ? നന്നായിട്ട് വേഗതയിലും കൃത്യതയോടെ നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ആ സ്കില്ലിന് പറയുന്നതാണ് ടൈപ്പിംഗ് സ്കിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ല ഒരു ഉപയോഗിക്കാൻ കഴിവുള്ളവരായി മാറിയാൽ നിങ്ങൾക്ക് നല്ലൊരു ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആകാൻ കഴിയും. ഈ ഡേറ്റ എൻട്രി ഓപ്പറേറ്ററിന് നാട്ടിലും വിദേശത്തും ഒക്കെ തൊഴിൽ സാധ്യതയുള്ള ഒരു തസ്തികയാണ് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡേറ്റ എൻട്രി അല്ലെ ടൈപ്പിംഗ് പഠിക്കാൻ വേണ്ടി നിങ്ങൾക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒരുപാട് ഫ്രീ സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. നിങ്ങളത് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒഴിവു സമയങ്ങളിലൊക്കെ നിങ്ങളത് കണ്ടുപിടിച്ച് സ്വന്തമായിട്ട് ആ സ്കില്ല് അച്ചീവ് ചെയ്യാൻ ശ്രമിക്കണം. കീബോർഡ് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് നമ്മൾ കേട്ട് കഴിഞ്ഞു, അല്ലെ? കീബോർഡിന്റെ 3 വരികളിലായിട്ടാണ് അക്ഷരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ആദ്യത്തെ വരിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ 6 അക്ഷരങ്ങൾ ശ്രദ്ധിച്ചാൽ QWERTY എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. QWERTY. അപ്പൊ കീബോർഡിലെ കീകളെ അറേഞ്ച് ചെയ്തിരിക്കുന്ന രീതിയാണ് നമ്മൾ ലേ ഔട്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കീബോർഡ് ഒരു ക്വെർട്ടി ലേ ഔട്ട് ഉള്ള കീബോർഡാണ്. നമ്മൾ ഉപയോഗിക്കുന്ന കീബോർഡിന്റെ ലേ ഔട്ട് എന്താണ്? ക്വെർട്ടി ലേ ഔട്ട്. ഞാൻ ഈ പറയുന്ന കീബോർഡ് നിങ്ങളുടെയൊക്കെ മുമ്പിലിരിക്കുന്ന കീബോർഡ് ക്വെർട്ടി ആണോ എന്ന് നിങ്ങൾ ഇനി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുമല്ലോ. അപ്പൊ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു കീബോർഡ് എന്താണ്, ഒരു ഇൻപുട്ട് ഡിവൈസ് ആണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. നിങ്ങളുടെ ടോപ്പിക്കിൽ പാർട്ട് A ആൻഡ് പാർട്ട് B ഉണ്ട്. പാർട്ട് എയിൽ നിങ്ങൾ എംപ്ലോയബിലിറ്റി സ്കില്ലാണ് പഠിക്കുന്നത്. പാർട്ട് ബിയിൽ വൊക്കേഷണൽ സ്കില്ലാണ് പഠിക്കുന്നത്. ഇന്ന് യൂണിറ്റ് 1 എന്ന് പറയുന്നത് ബേസിക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എസെൻഷ്യൽസ് എന്ന ഫസ്റ്റ് യൂണിറ്റിലെ 4ാമത്തെ പോയിന്റ് ആയിട്ടുള്ള ടു ഐഡന്റിഫൈ ആൻഡ് കണക്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന മെയിൻ ടോപ്പിക്കിലെ ഇൻപുട്ട് ഡിവൈസസ് എന്നുള്ള വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിൽ തന്നെ ഇൻപുട്ട് ഡിവൈസ് എന്താണ്, ഇൻപുട്ട് ഡിവൈസിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇൻപുട്ട് ഡിവൈസസ്, ടെക്സ്റ്റ് ഇൻപുട്ട് ഡിവൈസസ്, പോയിന്റിംഗ് ഡിവൈസസ്, ഇതാണ് നമ്മൾ ഇന്ന് പഠന വിഷയമാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇൻപുട്ട് ഡിവൈസ്? കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് എൻ്റർ ചെയ്യുന്ന ഏത് ഡിവൈസിനെയും നമുക്ക് എന്ത് പറയാം? ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയാം. സോ വാട്ട് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്? ഇൻപുട്ട് ഡിവൈസ് ഈസ് എനി ഡിവൈസ് ദാറ്റ് ഗീവ്സ് അല്ലെങ്കിൽ പ്രൊവൈഡ്സ് ഇൻപുട്ട് ടു എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഏത് ഡിവൈസിനെയും നമുക്ക് എന്ത് പറയാം? ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയാം. ഇറ്റ് പ്രൊവൈഡ്സ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ യൂസർ ആൻഡ് ദ കമ്പ്യൂട്ടർ. അപ്പം ഞാനൊരു യൂസറാണ്, എൻ്റെ മുമ്പിൽ ഒരു കമ്പ്യൂട്ടറുണ്ട്. ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇതിനിടയ്ക്ക് ഒരു ഡിവൈസ് വേണ്ടേ? ഇതിനിടയ്ക്കൊരു ഡിവൈസ് വേണം. അവിടെയാണ് ഇൻപുട്ട് ഡിവൈസിൻ്റെ റോള് വരുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിവൈസ് വേണം ഞങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തണമെങ്കിൽ അവിടെ ഒരു ഡിവൈസ് വേണം. അതും എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഇൻപുട്ട് ഡിവൈസ്. ആ കമ്മ്യൂണിക്കേഷൻ, ഞാനും കമ്പ്യൂട്ടറും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ് ടു ഫീഡ് ഡേറ്റ ഇൻ ടു എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലേക്ക് ഡേറ്റ, വിവരങ്ങൾ അല്ലെ നിർദ്ദേശങ്ങൾ ഒക്കെ കൊടുക്കാൻ വേണ്ടി ഞാൻ എന്തുപയോഗിക്കും? ഇൻപുട്ട് ഡിവൈസ് ഉപയോഗിക്കും. എന്തിനാണ് ഇൻപുട്ട് ഡിവൈസ് ഉപയോഗിക്കുന്ന? കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ കൊടുക്കാൻ, ഡേറ്റ കൊടുക്കാൻ, ഇൻഫർമേഷൻ കൊടുക്കാൻ, കൂടാതെ നിർദ്ദേശങ്ങൾ വേണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും.
കുറേ എക്സാമ്പിൾസ് ഉണ്ട് ഇൻപുട്ട് ഡിവൈസിന് അല്ലേ. നിങ്ങൾക്ക് കുറേ ഡിവൈസുകളൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ളതാണ് അല്ലേ, എങ്കിലും എല്ലാ ഡിവൈസും നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. കീബോർഡ് ഇൻപുട്ട് ഡിവൈസ് ആണ്. കുറേ ഡിവൈസ് ഞാൻ ലിസ്റ്റ് ചെയ്ത് പറയാം. കീബോർഡ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എൻ ഇൻപുട്ട് ഡിവൈസ്. ദെൻ മൗസ്, ലൈറ്റ് പെൻ, ടച്ച് സ്ക്രീൻ, ഗ്രാഫിക് ടാബ്ലറ്റ്, ടച്ച് പാഡ്, ജോയ്സ്റ്റിക്, മൈക്രോഫോൺ, സ്കാനർ, ഡിജിറ്റൽ ക്യാമറ, വെബ് ക്യാം. ഒന്നുകൂടി പറയാം. കീബോർഡ്, മൗസ്, ലൈറ്റ് പെൻ, ടച്ച് സ്ക്രീൻ, ഗ്രാഫിക് ടാബ്ലറ്റ്, ടച്ച് പാഡ്, ജോയ്സ്റ്റിക്, മൈക്രോഫോൺ, സ്കാനർ, ഡിജിറ്റൽ ക്യാമറ, വെബ് ക്യാം. കുറച്ച് ഉദാഹരണങ്ങളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. ഇത് കൂടാതെ കുറേ അധികം വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാൻ കഴിയും. കീബോർഡ് ഒരു കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഡിവൈസാണ്. കീബോർഡ് ഈസ് എ കോമൺ ഇൻപുട്ട് ഡിവൈസ്. സാധാരണയായി നമ്മൾ കാണുന്ന ഒരു ഇൻപുട്ട് ഡിവൈസാണ് എന്ത്, കീബോർഡ് എന്ന് പറയുന്നത്. കീബോർഡ് ഡെസ്ക്ടോപ്പിൻ്റെ കൂടെ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്പിൻ്റെ കൂടെ കീബോർഡ് കിട്ടും അല്ലേ. ലാപ്ടോപ്പിലും എന്തുണ്ട്, കീബോർഡ് ഉണ്ട്. കീബോർഡ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഇൻപുട്ട് ഡിവൈസാണ്. ടെക്സ്റ്റിൽ എന്തൊക്കെ വരും, അത് ടെക്സ്റ്റിനകത്ത് ആൽഫബറ്റ്സ് വരും, നമ്പേഴ്സ് വരും, ക്യാരക്ടേഴ്സ് വരും. അപ്പോൾ കീബോർഡ് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ ഇൻപുട്ട് കൊടുക്കാൻ പറ്റും, ആൽഫബറ്റ്സ്, നമ്പേഴ്സ്, ക്യാരക്ടേഴ്സ്. കീബോർഡ് അലൗസ് ദ യൂസർ ടു ഇൻപുട്ട് ആൽഫബറ്റ്സ്, നമ്പേഴ്സ് ആൻഡ് ക്യാരക്ടേഴ്സ്. കീബോർഡ് വെച്ച് നമ്മൾ ആൽഫബറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എ ബി സി ഡി തുടങ്ങി ഇസഡ് വരെയുള്ള എല്ലാ അക്ഷരങ്ങളും, അതുപോലെ 0 മുതൽ 9 വരെയുള്ള എല്ലാ നമ്പറുകളും, 0 മുതൽ 9 വരെ അല്ലേ, 0 to 9 വരെയുള്ള എല്ലാ നമ്പേഴ്സും, കൂടാതെ കുറേ ക്യാരക്ടേഴ്സും കൂടി വരും. എന്താണ് ക്യാരക്ടേഴ്സ്? സ്പേസ് അല്ലേ, പങ്ക്ച്വേഷൻ മാർക്ക്, സിമ്പൽ, ഇതൊക്കെയാണ് ക്യാരക്ടേഴ്സിൻ്റെ കൂട്ടത്തിൽ പെടുന്നത്. മൈ നെയിം ഈസ് സീമ, ഞാൻ ടൈപ്പ് ചെയ്തു. മൈ നെയിം ഈസ് സീമ, കീബോർഡ് വെച്ച് ടൈപ്പ് ചെയ്തു. അപ്പം മൈക്കും നെയിമിനും ഇടയിൽ എന്ത് വേണം, ഒരു സ്പേസ് വേണം അല്ലേ. അപ്പോൾ ആ സ്പേസ് ഒരു ക്യാരക്ടറാണ്. സിമ്പൽ, കുറേ സിമ്പിൾസ് കീബോർഡിലുണ്ട്. ആംബർസെൻഡ് നിങ്ങൾ കേട്ടിട്ടില്ലാത്തൊരു സിമ്പിളാണെന്ന് തോന്നുന്നു, ആംബർസെൻഡ്. പക്ഷെ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ആംബർസെൻഡ് ഞാൻ എന്താണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആൻഡ് എന്ന് കേട്ടിട്ടുണ്ടോ? ആൻഡ്, AND, ആൻഡ് എന്ന് കേട്ടിട്ടുണ്ടോ? ആൻഡിന് പകരം നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഒരു ചിഹ്നം ഇടാറില്ലേ, ആ ചിഹ്നമാണ് ആംബർസെൻഡ് ചിഹ്നം. ഇനി അപ്പോസ്ട്രോഫി നിങ്ങൾ പ്ലൂറലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു വാക്ക് എഴുതിയിട്ട് നിങ്ങൾ അപ്പോസ്ട്രോഫി ഇടും അല്ലേ, അപ്പോസ്ട്രോഫി സിമ്പിളുണ്ട്. അതുപോലെ അറ്റ് സൈൻ നിങ്ങൾ ഇമെയിൽ ID ഒക്കെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അറ്റ് സൈൻ കാണുന്നുണ്ട് അല്ലേ. ഇനി എക്സ്ക്ലമേഷൻ മാർക്ക്, ഇതൊക്കെ എന്താണ്, സിമ്പിൾസ് ആണ്. കീബോർഡ് ഉപയോഗിക്കുന്നത് ടൈപ്പ് ചെയ്യാണെന്ന് നമുക്ക് മനസ്സിലായി. എന്ത് ചെയ്യാനാണ്? ടൈപ്പ് ചെയ്യാനാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് ഇങ്ങനെ നമ്മൾ വാക്കുകളായാലും അക്ഷരങ്ങളായാലും വാക്യങ്ങളായാലും ഒക്കെ ടൈപ്പ് ചെയ്യേണ്ടി വരുന്നത്? നമുക്ക് കത്തെഴുതാൻ ടൈപ്പ് ചെയ്യാം അല്ലേ, ലേഖനം തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം അല്ലേ, പ്രമാണങ്ങൾ തയ്യാറാക്കാനായിട്ട്. ഇപ്പം നിങ്ങൾ ഫസ്റ്റ് ഇയറിലെത്തി അല്ലേ, നിങ്ങൾക്ക് ഇനി ഒരു ജോലിക്കൊക്കെ ശ്രമിക്കാനായിട്ടാണ് നിങ്ങൾ NSQ ഒക്കെ പഠിക്കാൻ വന്നത് അല്ലേ. അപ്പം നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ ബയോഡേറ്റ ടൈപ്പ് ചെയ്യാനും നിങ്ങൾ പഠിക്കണം. ഒരു ബയോഡേറ്റയിലെ ഏതാനും ചില വരികൾ നമുക്ക് പരിശോധിക്കാം. നെയിം സച്ചു, ഏജ് 17, ഇമെയിൽ ID sachu@gmail.com. ഇതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ആൽഫബറ്റ്സ് വന്നിട്ടുണ്ട് അല്ലേ. NAMESACHU തുടങ്ങിയ ആൽഫബറ്റ്സ് വന്നിട്ടുണ്ട്. ഇനി 17 എന്നുള്ള ഒരു നമ്പർ വന്നിട്ടുണ്ട്. ഇനി ഇമെയിൽ IDക്കകത്ത് sachu@gmail.com അല്ലേ. അറ്റ് എന്നുള്ളത് സിമ്പലാണ്. അപ്പം ടെക്സ്റ്റ് എന്ന് പറയുന്നതിനകത്ത് എപ്പോഴും എന്തുണ്ടാവും? ആൽഫബറ്റ്സ് ഉണ്ടാവും, നമ്പേഴ്സ് ഉണ്ടാവും, സിമ്പിൾസ് ഉണ്ടാവും. ഈ കീബോർഡിൻ്റെ റൈറ്റ് മോസ്റ്റ് ഭാഗത്ത് നിങ്ങൾ എന്താ കാണുന്നത്? ഒരു ന്യൂമറിക് കീപാഡ് കാണാം. അതുകൊണ്ട് നമുക്ക് ഈ കീബോർഡിനെ കീബോർഡ് വിത്ത് ഇൻ്റഗ്രേറ്റഡ് ന്യൂമറിക് കീപാഡ് എന്ന് പറയാം. കീബോർഡ് വിത്ത് ഇൻ്റഗ്രേറ്റഡ് ന്യൂമറിക് കീപാഡ്. ഈ ചിത്രത്തിലേക്കൊന്ന് നോക്കൂ. മുമ്പ് കണ്ട ചിത്രത്തിൽ എന്തും കൂടി ഉണ്ടായിരുന്നു? ഒരു ന്യൂമറിക് കീപാഡും കൂടി ഉണ്ടായിരുന്നു. ഇപ്പോഴോ ന്യൂമറിക് കീപാഡ് ഇല്ല. അപ്പം നമുക്ക് ആ കീബോർഡിനെ എന്ത് പറയാം? കീബോർഡ് വിതൗട്ട് എ ന്യൂമറിക് കീപാഡ്. സോ കീബോർഡ് കംസ് ഇൻ 2 forms. Keyboard with a integrated numeric keypad and second one keyboard without a numeric keypad. ഈ കീബോർഡിൽ നമുക്ക് കാണാവുന്ന ഏതൊക്കെ ഭാഗങ്ങളുണ്ട്?
ആദ്യത്തെ ഭാഗം മുകളിൽ എന്താ എഴുതിയേക്കുന്നത്? ഒന്ന് വായിച്ചു നോക്കൂ. നമ്പർ കീസ്. രണ്ടാമത്തെയോ ഫംഗ്ഷൻ കീസ്. മൂന്നാമത് നാവിഗേഷൻ കീസ്. നാലാമത് ന്യൂമറിക് കീപാഡ്. അഞ്ചാമത് അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്താണ്? അതാ കീബോർഡിന്റെ താഴെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ? അതാണ് ടൈപ്പിംഗ് കീസ്. കീബോർഡിൽ കാണുന്ന ഓരോ ബട്ടനെയും ഓരോ കീ ആയി പറയുന്നു. കീബോർഡിൽ കാണുന്ന ഓരോ ബട്ടനെയാണ് ഓരോ കീ എന്ന് പറയുന്നത്. നിങ്ങൾ മുകളിലത്തെ നിരയിൽ കണ്ടതാണ് ഫംഗ്ഷൻ കീസ്. F1, F2, F3, F4 അങ്ങനെ 12 ഫംഗ്ഷൻ കീസ് കാണാം. ഓരോ ഫംഗ്ഷൻ കീയ്ക്കും ഓരോ ഫംഗ്ഷനാണുള്ളത്. ഓരോ ഫംഗ്ഷൻ കീയും ഒരു ആക്ഷൻ ചെയ്യും, അല്ലെങ്കിൽ ഓരോ ഫംഗ്ഷൻ കീയും ഓരോ ടാസ്ക് ചെയ്യും. എന്ന് പറഞ്ഞാൽ F1ന്റെ ഫംഗ്ഷൻ അല്ല F2 എന്ന കീ ചെയ്യുന്നത്. ഉദാഹരണം പറയാം. F1 എന്ന കീ മിക്ക പ്രോഗ്രാമുകളിലും ഹെൽപ്പ് സ്ക്രീൻ അല്ലെങ്കിൽ ഹെൽപ്പ് ഫയൽ ഓപ്പൺ ചെയ്യും. എന്നാൽ F5 കീയോ ഇൻ്റർനെറ്റ് ബ്രൗസറിൽ ഒരു വെബ് പേജ് റീലോഡ് ചെയ്യാൻ അല്ലെങ്കിൽ റിഫ്രഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ F5 കീ ഉപയോഗിക്കും. ടൈപ്പ് റൈറ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ നമ്മൾ ടൈപ്പിംഗ് ഉപയോഗിച്ചിരുന്ന ഒരു യന്ത്രമാണ് ടൈപ്പ് റൈറ്റർ. എന്നാൽ കമ്പ്യൂട്ടറിൻ്റെ വരവോടെ ടൈപ്പ് റൈറ്റർ ആരും തന്നെ ഉപയോഗിക്കാതായി. ആ ടൈപ്പ് റൈറ്ററിനകത്ത് കുറേ ടൈപ്പിംഗ് കീസ് ഉണ്ട്. അതേ ടൈപ്പിംഗ് കീസ് എവിടെയും ഉണ്ട്, നമ്മുടെ കീബോർഡിലും ഉണ്ട്. കൂടാതെ കീബോർഡിൽ കൺട്രോൾ കീസ് ഉണ്ട്. ഓൾട്ട് എന്ന് പറഞ്ഞാൽ ALT, ഓൾട്ട്. ദെൻ കൺട്രോൾ CTRL, കൺട്രോളിന് ഉള്ള കീ ആണ് CTRL കീ. അതുപോലെ തന്നെ വിൻഡോസ് ലോഗോ കീ, സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ട് ഒരു ബട്ടൺ അല്ലേ, അതാണ് വിൻഡോസ് ലോഗോ കീ എന്ന് പറയുന്നത്. അതുപോലെ ESC, എസ്കേപ്പ് കീ. ഇനി അതല്ലാതെ ന്യൂമറിക് കീപാഡ്. ന്യൂമറിക് എന്ന് പറഞ്ഞാൽ എന്താ? നമ്പറുമായി ബന്ധപ്പെട്ടത്. നിങ്ങൾ കണ്ടു കഴിഞ്ഞതാണ് 0 to 9 വരെയുള്ള നമ്പേഴ്സും അഡിഷന്, സബ്ട്രാക്ഷന്, മൾട്ടിപ്ലിക്കേഷന്, ഡിവിഷന് എന്ന് വെച്ചാൽ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനുമുള്ള ചിഹ്നങ്ങളും കൂടെ ചേർന്ന ഒരു ചെറിയ കീപാഡ്, അതാണ് ന്യൂമറിക് കീപാഡ്. ഇതുകൂടാതെ നാവിഗേഷൻ കീസ് ഉണ്ട്. നാവിഗേഷൻ കീസിൽ എന്തൊക്കെ വരും? ആരോ കീസ് ഉണ്ട്, ലെഫ്റ്റ് ആരോ ഉണ്ട്, റൈറ്റ് ആരോ ഉണ്ട്, അപ്പ് ആരോ ഉണ്ട്, ഡൗൺ ആരോ ഉണ്ട്. അതുപോലെ തന്നെ ഹോം കീ വരും, എൻഡ് കീ വരും, പേജ് അപ്പ് ഉണ്ട്, പേജ് ഡൗൺ ഉണ്ട്. ഇത്രയും കീസാണ് സാധാരണ ഒരു കീബോർഡിൽ ഉള്ളത്. ഇനി ചിത്രം 1, ചിത്രം 2 ഇവ രണ്ടും നോക്കിയിട്ട് അവ തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് നോക്കിയോ? ആദ്യത്തെ ചിത്രത്തിലുള്ളതും എന്നാൽ രണ്ടാമത്തെ ചിത്രത്തിൽ ഇല്ലാത്തതും എന്താണ്? ആദ്യത്തെ ചിത്രത്തിൽ നിങ്ങൾ ഒരു വയറ് കാണുന്നുണ്ട്. രണ്ടാമത്തെ ചിത്രത്തിലോ ആ വയറ് ഇല്ല. കീബോർഡിൽ നിങ്ങൾ കണ്ട വയർ എന്തിനായിരിക്കും ഉള്ളത്? കീബോർഡും കമ്പ്യൂട്ടറും തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട്. കണക്ട് ചെയ്യുന്നത് അല്ലെ പ്ലഗ് ചെയ്യുന്നത് അല്ലെ കുത്തുന്നത് എങ്ങോട്ടാണ് നമ്മൾ ഈ കീബോർഡിനെ കുത്തുന്നത്? സീരിയൽ പോർട്ടിലോ PS2 പോർട്ടിലോ USB പോർട്ടിലേക്കോ ആണോ നമ്മൾ ഈ വയേർഡ് കീബോർഡിനെ നമ്മൾ പ്ലഗ് ചെയ്യുന്നത് അല്ലെ കണക്ട് ചെയ്യുന്നത്? വയർലെസ് ആണെങ്കിലോ? വയർലെസ് കണക്ട് ചെയ്യുന്നതിന് നമ്മൾ ഇൻഫ്രാറെഡ് അല്ലെങ്കിൽ റേഡിയോ വേവ്സ് അല്ലെങ്കിൽ ബ്ലൂടൂത്ത് വെച്ചായിരിക്കും നമ്മൾ വയർലെസ് കീബോർഡിനെ കണക്ട് ചെയ്യുന്നത്. കീബോർഡ് ഏതൊക്കെ തരത്തിലുണ്ട്? കീബോർഡ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു 2, വയേർഡ് കീബോർഡ് ആൻഡ് വയർലെസ് കീബോർഡ്. സോ കീബോർഡ് ഈസ് ക്ലാസിഫൈഡ് ഇൻടു 2, വയേർഡ് കീബോർഡ് ആൻഡ് വയർലെസ് കീബോർഡ്. ഓക്കെ. ഇനി ഈ ചിത്രത്തിൽ കാണുന്ന ചെറിയ കീബോർഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങളിത് കണ്ടിട്ടുണ്ടോ? കുറേ പേരുണ്ടെന്ന് പറഞ്ഞു അല്ലേ? എങ്കിലും വളരെ കുറച്ച് കുട്ടികൾ ഇല്ലാന്നും പറയുന്നുണ്ട്. ഇല്ലാന്ന് ഉത്തരമുള്ള കുട്ടികൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒരു വിവിധ ബാങ്കുകളുടെ ATM സന്ദർശിക്കണം. ATMത്തിൽ നിങ്ങൾ ഈ ചെറിയ കീപാഡായിരിക്കും കാണുന്നത്. ആ കീപാഡിന് പറയുന്ന പേരെന്താണ്?
നമ്പർ മാത്രമുള്ള കീപാഡാണ്. അപ്പം നമുക്ക് എന്ത് പറയാം? ന്യൂമറിക് കീപാഡ്. കണ്ടിട്ടില്ലാത്ത കുട്ടികൾ അച്ഛൻ്റെയോ അമ്മയുടെയോ ചേച്ചിയുടെയോ ചേട്ടൻ്റെയോ ഒക്കെ കൂടെ ATM സന്ദർശിക്കാൻ മറക്കരുത്. കീബോർഡിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കേട്ടു മനസ്സിലാക്കി അല്ലേ? അപ്പൊ ഇനി നമുക്ക് അടുത്ത ഇൻപുട്ട് ഡിവൈസ് ആയ മൗസ് എന്താണെന്ന് നോക്കാം. മൗസ് കണ്ടുപിടിച്ചത് ഡഗ്ലസ് എംഗൽബർട്ട് ആണ്. എനിക്ക് ഏറ്റവും കൗതുകമായിട്ട് തോന്നിയത് അദ്ദേഹം ആ ഡിവൈസിന് ഒരു മൗസിന്റെ ഷേപ്പ്, മൗസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ, എലി അല്ലെ, ഒരു ജീവിയുടെ പേര് ഇട്ടതാണ് എനിക്ക് ഏറ്റവും കൗതുകമായിട്ട് തോന്നിയത്. ഇനി അടുത്ത പോയിന്റിംഗ് ഡിവൈസ് ആയിട്ടുള്ള മൗസ് നമുക്ക് വളരെ വിശദമായിട്ട് തന്നെ നോക്കാം. ഒരു ചെറിയ കയ്യിൽ പിടിക്കാവുന്ന ഉപകരണമാണ് മൗസ്. മൗസ് ഈസ് എ സ്മോൾ ഹാൻഡ് ഹെൽഡ് ഇൻപുട്ട് ഡിവൈസ്. മൗസിന്റെ ഈ ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ജീവിയോട് സാദൃശ്യം തോന്നുന്നുണ്ടോ? ഈ മൗസിന്റെ ചിത്രം ഉണ്ടോ നിങ്ങളുടെ മനസ്സിലേക്ക്? ഏത് ജീവിയാ വന്നത്? ഈ ജീവി തന്നെയാണോ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നത്? ഇത് ഏതാ ജീവി? എലി അല്ലേ? മൗസിന് എലിയോട് രൂപത്തിലും വലിപ്പത്തിലും സാമ്യമുണ്ട്. അതുകൂടാതെ തന്നെ എലിയുടെ വാലിനോട് സാമ്യമുള്ള ഒരു വയർ അല്ലെങ്കിൽ കോഡ് കമ്പ്യൂട്ടർ മൗസിന് ഉണ്ട്. മൗസ് ഈസ് എ പോയിന്റിംഗ് ഡിവൈസ്. മൗസ് ഒരു പോയിന്റിംഗ് ഡിവൈസ് ആണ്. കമ്പ്യൂട്ടർ സ്ക്രീനിൽ മൗസിന്റെ കർസർ എവിടെയാണെന്ന് കാണിക്കാൻ അല്ലെ പോയിന്റ് ഔട്ട് ചെയ്യാനാണ് മൗസ് എന്ന പോയിന്റിംഗ് ഡിവൈസ് ഉപയോഗിക്കുന്നത്. മൗസ് ഈസ് യൂസ് ടു ഷോ ദ പൊസിഷൻ ഓഫ് എ കർസർ. മൗസ് ഈസ് യൂസ് ടു ഇൻഡിക്കേറ്റ് ദ പൊസിഷൻ ഓഫ് എ കർസർ. മൗസ് വെക്കുന്നത് എപ്പോഴും നമ്മൾ മൗസ് പാഡിലോ ഒരു ഫ്ലാറ്റ് സർഫസിലോ ആയിരിക്കും. മൗസ് എപ്പോഴും നമ്മൾ വെക്കുന്നത് എവിടെയാ? മൗസ് പാഡിലോ ഒരു ഫ്ലാറ്റ് സർഫസിലോ ആയിരിക്കും. ഇനി ഈ മൗസിന്റെ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഏതൊക്കെ ഭാഗങ്ങളാണ് നിങ്ങൾ കാണുന്നത്? ലെഫ്റ്റ് ക്ലിക്ക് എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് കണ്ടോ? ലെഫ്റ്റ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഒരു ബട്ടൺ ഉണ്ടാവും. അപ്പം അത് ലെഫ്റ്റ് ബട്ടൺ ആണ്. ഇനി റൈറ്റ് ക്ലിക്ക് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടോ? അവിടെ എന്തുണ്ട്? അവിടെ റൈറ്റ് ബട്ടൺ ഉണ്ട്. ഇതിന് രണ്ടിനുമിടയിൽ എന്താ ഉള്ളത്? ഒരു സ്ക്രോൾ വീൽ ഉണ്ട്. പിന്നെയോ ഒരു ബോഡിയും ഉണ്ട്. സ്ക്രോൾ വീൽ ഈസ് യൂസ് ടു സ്ക്രോൾ ദ സ്ക്രീൻ അപ്പ് ആൻഡ് ഡൗൺ അല്ലേ, അല്ലെങ്കിൽ വെർട്ടിക്കലി ഓർ ഹൊറിസോണ്ടലി. സ്ക്രോൾ വീൽ നമുക്ക് എന്തിനു വേണ്ടിയാ? സ്ക്രോൾ ചെയ്യാൻ വേണ്ടി, സ്ക്രീനിലോട്ട് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടോ അല്ലെ വെർട്ടിക്കൽ ഓർ ഹൊറിസോണ്ടൽ ആയിട്ടോ സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയാണ് സ്ക്രോൾ വീൽ ഉപയോഗിക്കുന്നത്. പല തരത്തിലുള്ള മൗസ് ഉണ്ട്. ഒന്ന് വായിച്ചു നോക്കൂ. ഏതൊക്കെ ടൈപ്പ് മൗസാണ് ഉള്ളത്? ബോൾ മൗസ്, ഒപ്റ്റിക്കൽ മൗസ് ആൻഡ് തേർഡ് വൺ ലേസർ മൗസ്. ബോൾ മൗസിന്റെ ചിത്രം നോക്കിയോ? അതിന്റെ പേര് പറയുന്ന പോലെ തന്നെ ബോൾ മൗസിൽ എന്തുണ്ട്? ചിത്രത്തിൽ അടയാളപ്പെടുത്തിയേക്കുന്നത് നിങ്ങൾ കണ്ടോ? റബ്ബർ ബോൾ എന്ന് എഴുതിയേക്കുന്നത് കണ്ടോ? അപ്പോൾ ബോൾ മൗസിൽ എന്തുണ്ട്? ഒരു ബോൾ ഉണ്ട് അല്ലേ? ബോളിന്റെ മൂവ്മെന്റിന്റെ അടിസ്ഥാനമാക്കിയാണ് ബോളിന്റെ ഒരു മൂവ്മെന്റ് ഉണ്ടാവുമല്ലോ. ബോള് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കുമ്പോൾ ഒരു മൂവ്മെന്റ് ഉണ്ടാവും. അതിനെ അടിസ്ഥാനമാക്കിയാണ് ബോൾ മൗസ് വർക്ക് ചെയ്യുന്നത്. ഇതെന്താണ്? ഒപ്റ്റിക്കൽ മൗസ്. ഒപ്റ്റിക്കൽ മൗസ് യൂസ് ചെയ്യുന്നത് LED ആണ്. LED എന്ന് പറഞ്ഞാൽ എന്താ? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. മൗസിന്റെ ബോട്ടമിലുള്ള അല്ലെ അടിയിലുള്ള LED-യിൽ നിന്നും മൗസ് പാഡിലോട്ട് അല്ലെങ്കിൽ മൗസ് വെച്ചിരിക്കുന്ന ഡെസ്കിലോട്ടോ ഒരു ബ്രൈറ്റ് ലൈറ്റ് വീഴുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അടുത്തത് ലേസർ മൗസ്. ലേസർ മൗസ് എപ്പോഴും ഉപയോഗിക്കുന്നത് ലേസർ ബീംസ് ആണ് അല്ലേ? ലേസർ ബീംസ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ സ്ക്രീനിൽ മൗസിന്റെ കർസർ വളരെ കൃത്യമായിട്ടായിരിക്കും ചലിക്കുന്നത്. അതിന്റെ ചലനം വളരെ കൃത്യമായിട്ടായിരിക്കും നടക്കുന്നത്. ഏതിനെ അപേക്ഷിച്ച്? ബോൾ മൗസിനെയും ഒപ്റ്റിക്കൽ മൗസിനെയും അപേക്ഷിച്ച് ലേസർ ബീം ഉപയോഗിക്കുന്നതുകൊണ്ട് വളരെ കൃത്യമായ മൂവ്മെന്റ്സ് ആയിരിക്കും സ്ക്രീനിൽ മൗസിൻ്റെത് ഉണ്ടാവുക. അടുത്തത് ഈ ചിത്രത്തിലേക്ക് നിങ്ങൾ ഒന്ന് നോക്കിയേ. ചിത്രം 1 ചിത്രം 2 നിങ്ങൾ കണ്ടല്ലോ. ആദ്യത്തെ ചിത്രത്തിലുള്ളതും എന്നാൽ രണ്ടാമത്തെ ചിത്രത്തിൽ ഇല്ലാത്തതും എന്താണ്? ഒരു വയർ അല്ലേ? എന്താണ്? ആദ്യത്തേത് വയേർഡ് മൗസ് ആണ്. രണ്ടാമത്തേതോ വയർ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് വയർലെസ് മൗസ് എന്ന് പറയാം. വയേർഡ് മൗസ് കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ PS2 പോർട്ടിലേക്കോ USB പോർട്ടിലേക്കോ സീരിയൽ പോർട്ടിലേക്കോ ആയിട്ട് കമ്പ്യൂട്ടറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങോട്ടേക്കായിരിക്കും. എങ്ങോട്ടേക്ക്? PS2 അല്ലെ USB അല്ലെ സീരിയൽ പോർട്ടിലായിരിക്കും ഈ മൗസ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. വയർലെസ് മൗസ് ആണെങ്കിൽ റേഡിയോ വേവ്സ് യൂസ് ചെയ്തിട്ടായിരിക്കും കമ്പ്യൂട്ടറുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ നിങ്ങൾ 2 രീതിയിലുള്ള മൗസ് കേട്ടു. നിങ്ങൾക്കൊരാവശ്യം വന്നാൽ നിങ്ങൾ ഏത് വാങ്ങിക്കും? ഏത് മൗസ് ആയിരിക്കും നിങ്ങൾ വാങ്ങിക്കുന്നത്?
വയേർഡ് ആണെങ്കിൽ ഫാസ്റ്റർ ആണ്, വയർലെസ് ആണെങ്കിൽ വയേർഡിൻ്റെ അത്രയും ഫാസ്റ്റർ അല്ല. വയേർഡ് ആണെങ്കിൽ ലെസ് എക്സ്പെൻസീവ് ആണ്, വില കുറവാണ്. വയർലെസ് ആകുമ്പോൾ വില കൂടും. വയേർഡ് ആകുമ്പം നമുക്ക് ബാറ്ററി വേണ്ട, വയർലെസ് ആകുമ്പോൾ നമുക്ക് ബാറ്ററി വേണം. വയർലെസ് ആകുമ്പോൾ നമുക്ക് കൊണ്ടു നടക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് കൊണ്ടു നടക്കാനുള്ള സൗകര്യമാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും എന്തായിരിക്കും പ്രിഫർ ചെയ്യുന്നത്? വയർലെസ് ആയിരിക്കും. അതേസമയം നമുക്ക് സ്പീഡ് വേണം, ആക്യുറസി വേണം എന്നൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഏതായിരിക്കും പ്രിഫർ ചെയ്യുന്നത്? വയേർഡ് ആയിരിക്കും അല്ലേ? നമ്മൾ ഇന്ന് നമ്മളുടെ ക്ലാസ്സിൽ ഇൻപുട്ട് ഡിവൈസസ് എന്താണെന്ന് മനസ്സിലാക്കി. എന്താണ് ഇൻപുട്ട് ഡിവൈസസ് എന്ന് എല്ലാവരും തന്നെ മനസ്സിലാക്കിയിരിക്കുമല്ലോ. അതുകൂടാതെ ഒരുപാട് ഇൻപുട്ട് ഡിവൈസുകളെ നിങ്ങളിന്ന് പരിചയപ്പെട്ടു. എക്സാമ്പിൾസ്, ഒരുപാട് ഇൻപുട്ട് ഡിവൈസിന്റെ എക്സാമ്പിൾസ് നിങ്ങൾ പരിചയപ്പെട്ടു. ഇനി ഇൻപുട്ട് ഡിവൈസിൽ തന്നെ ടെക്സ്റ്റ് ഇൻപുട്ട് ഡിവൈസ് ആയിട്ടുള്ള കീബോർഡ് നിങ്ങൾ എല്ലാവരും വിശദമായിട്ട് തന്നെ മനസ്സിലാക്കി കഴിഞ്ഞു. കീബോർഡ് എന്താണ്, എന്താവശ്യത്തിന് വേണ്ടിയാണ് കീബോർഡ് ഉപയോഗിക്കുന്നത്, കീബോർഡിൽ ഏതൊക്കെ കീസ് ആണുള്ളത്, ആ കീകൾ ഓരോന്നും എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾ കണ്ടു. അത് കൂടാതെ തന്നെ കീബോർഡിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കീബോർഡ്, വയർ കീബോർഡ്, വയർലെസ് കീബോർഡ്, അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വയറും വയർലെസ്സും ആയിട്ട് മാറിയെന്നും ഒക്കെ നിങ്ങൾ മനസ്സിലാക്കി. ഇനി മറ്റൊരു പോയിന്റിംഗ് ഡിവൈസ് ആയിട്ടുള്ള മൗസ് എന്താണെന്ന് നമ്മൾ കണ്ടു. മൗസ് എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്, മൗസിന്റെ പാർട്സ് എന്തൊക്കെയാണ്, ആ മൗസ് എന്തൊക്കെ പാർട്സ് ഉണ്ട്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് മൗസിന്റെ ഫങ്ഷൻസ്, മൗസ് ഏതൊക്കെ ടൈപ്പിലുണ്ട് എന്നൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ വെച്ച് നിർത്താം. നമുക്ക് നമ്മുടെ ക്ലാസ് ഇവിടെ വെച്ച് നിർത്താം. എങ്കിലും നമുക്കൊരു അസൈൻമെന്റ് എഴുതാനുണ്ട്. അസൈൻമെന്റിൽ 2 ക്വസ്റ്റ്യൻസ് ആണ് പറയുന്നത്. വാട്ട് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ്, ലിസ്റ്റ് എനി ഫ്യൂ ഇൻപുട്ട് ഡിവൈസസ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ഫസ്റ്റ് വൺ കീബോർഡ് ആൻഡ് സെക്കൻഡ് വൺ മൗസ്. നിങ്ങളിത് എഴുതി, ഇന്ന് ഇതിന്റെ ആൻസർ എഴുതി നിങ്ങൾ നിങ്ങളുടെ ടീച്ചറിന് ഇന്ന് തന്നെ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ഈ അസൈൻമെന്റ് എഴുതി നിങ്ങളുടെ ടീച്ചറിന് സബ്മിറ്റ് ചെയ്യണം. അത് നിങ്ങളുടെ ടീച്ചറിന് വലിയ സന്തോഷമാവും. അതുപോലെ തന്നെ നിങ്ങൾക്കും അത് നല്ലതാണ്. എന്തായിരുന്നാലും എല്ലാ കുട്ടികൾക്കും എല്ലാവിധ വിജയാശംസകളും.